ഹലോ, ഞാൻ ടാണിയ ജോയൽ. ഇന്ന് ഞാനൊരു പുതിയ സൂത്രമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഇതെല്ലാവരും നമ്മുടെ ഹോംലിനെസ് ഷോപ്പല്ലേ, അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കും ഈ സാധനം ഉണ്ടോന്നേ. അതായത് മൈക്രോ ഫൈബർ, എന്താ പറഞ്ഞേ, മൈക്രോ ഫൈബർ ടവൽസ്. അത് സാധാ ടവൽസ് അല്ല. നമ്മളിങ്ങനെ കുളിച്ചൊക്കെ ഇറങ്ങി വരുമ്പോഴില്ലേ, ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ കുറച്ചു നേരം വെക്കത്തില്ലേ, ഇങ്ങനെ മുകളിൽ ഇതിനകത്തൊരു എന്താ പറയുക ക്ലിപ്പ്, എന്താ ഒരു സാധനം ഉണ്ട്, ഒരു ബട്ടൺ ഒക്കെ ഉണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഉപയോഗിച്ച് നോക്കും. ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തലമുടിയൊക്കെ വെച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം ഇങ്ങനെ വീടിനകത്തോട് നമ്മൾ ഈ കുളിച്ചിറങ്ങിയ നമ്മൾ തോർത്തൊക്കെയല്ലേ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാം നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെയുള്ള സാധനം കെട്ടാറുണ്ട് കേട്ടോ. സ്റ്റൈല് മാത്രമല്ല, ഇത് ആക്ച്വലി യങ് ജനറേഷനിലെ പിള്ളേർ പറയുന്ന തലമുടി ഒന്നും പോകത്തില്ലെന്നൊക്കെയാ പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇതാണ് അതിന്റെ സംഭവം കേട്ടോ. ഇതിന്റെ ഫോട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുക കേട്ടോ. ഇതൊരു അമ്മയും കുഞ്ഞും കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇവരിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും കെട്ടാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് വലിയ സൈസാണ്, നമ്മുടെ സൈസാണ് കേട്ടോ. അതായത് കുഞ്ഞുങ്ങളുടെ സൈസ് അല്ല, നമ്മുടെ സൈസാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പം ഇത് രണ്ട് നമുക്ക് ചേട്ടന്മാർക്കും ഉപയോഗിക്കാം, നമുക്കും ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ പ്രത്യേകത. ചില ചേട്ടന്മാർക്ക് ഒരുപാട് മുടി ഉണ്ടാകത്തില്ലേ, ചില ചേട്ടന്മാർക്ക് മുടിയേ ഇല്ല, അവർക്ക് ഉപയോഗിക്കത്തില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാർക്കൊന്നും മുടിയില്ല, അവർക്കൊന്നും പറ്റത്തില്ല കേട്ടോ. ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. മുടി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാട്ടോ. ചില ആൾക്കാർക്ക് ഒത്തിരി മുടിയുള്ളത് ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് കുറച്ച് മുടിയുള്ളതാണ് ഇഷ്ടം. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞു മുടിയായിരുന്നു, എനിക്ക് അതായിരുന്നു ഇഷ്ടം. കാരണം വെച്ചാൽ വലിയധികം കഴുകുകയും വേണ്ട, വലിയധികം നോക്കുകയും വേണ്ട, പിന്നെ ഹോസ്റ്റലിൽ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പൊ സിസ്റ്റർ വരുമ്പോൾ ഫുള്ള് മാർക്കും കിട്ടും. അപ്പൊ ഇതുപോലത്തെ നല്ല സൂത്രമുണ്ട്. അന്നൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഉണ്ടായിരുന്നോ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന ആ സൂത്രം ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് കംഫർട്ടറാണ്. അതായത് സാധാരണ നമ്മൾ മാഗ്നിസ്കേപ്സ് തരുന്ന കംഫർട്ടർ അല്ല, അത് നല്ല തിക്കായിട്ടുള്ള കംഫർട്ടറാണ്. ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, പക്ഷെ അതിനകത്തുള്ള മൈക്രോ ഫൈബറിന്റെ തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള മൈക്രോ ഫൈബറിന്റെ തിക്നെസ് കുറവായിരിക്കും. അതായത് നമുക്ക് ചൂട് കാലത്തും തണുപ്പുള്ള AC-യിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിനൊക്കെ ഒരു വ്യത്യാസങ്ങളുണ്ട്. എന്നാലും നിങ്ങൾ ഇപ്പം വില ഇങ്ങനെ നോക്കുമ്പോൾ വെച്ചാൽ അയ്യോ ലൈക്ക് ഇന്ന സാധനത്തിന് ഇന്ന വിലയോ ഉള്ളോ, ലൈക്ക് നമുക്ക് ചിലപ്പോൾ തോന്നൂല അയ്യോ ഇത് തന്നെ ഞാൻ അപ്പുറത്ത് കണ്ടു അതിന് വില കുറവായിരുന്നു. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും. അത് ഞാൻ എടുത്തു പറയുവാണ്. സെയിം പ്രിന്റ് ആണെങ്കിൽ പോയും ക്വാളിറ്റി വ്യത്യാസം. ഇപ്പോൾ ചില മാലകളൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ ഒരേ മാലകളായിരിക്കും, പക്ഷെ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. കാണുമ്പോൾ എല്ലാം ഒരുപാട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മേക്കിംഗ് ആയിരിക്കാം. അപ്പം ഇത് മേക്കിംഗ് ആണ് കേട്ടോ. അപ്പം ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല ലൈറ്റ് വെയ്റ്റ് കംഫർട്ടേഴ്സ് ആണ്. ഇത് നമ്മുടെ ഈ പിള്ളേർക്കൊക്കെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോകാനും നമ്മുടെ പിള്ളേർക്ക് വീട്ടിൽ യൂസ് ചെയ്യാനുള്ള സിംഗിൾ സൈസ് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. ഡബിൾ സൈസ് ഇല്ല, പക്ഷെ റിവേഴ്സിബിൾ പ്രിന്റ് ആണ് കേട്ടോ. ഇതുപോലെ റിവേഴ്സിബിൾ പ്രിന്റ് ആയിരിക്കും, നല്ല സിംഗിൾ സൈസ് ആയിരിക്കും, ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, നല്ല ഭംഗിയായിട്ടുള്ള നല്ല കംഫർട്ടേഴ്സ് ആണ്. നല്ല ലൈറ്റ് വെയ്റ്റ് കംഫർട്ടേഴ്സ് ലൈറ്റ് വെയ്റ്റ് കിട്ടുന്നത് വളരെ കുറവാണ് കേട്ടോ. അതും ഞാൻ പറയട്ടെ, ഇത് അത്ര ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് സാധാരണ നമ്മുടെ 3 ലെയർ പുതപ്പ് വരത്തില്ലേ, ആ ഒരു രീതിയിൽ വരും കേട്ടോ. നല്ല രസത്തിലുള്ള ഇതിൻ്റെ അടുത്ത പീസ് ഇതാണ് കേട്ടോ. ഇത് സിംഗിൾ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ, ഇതിൻ്റെ വലിയ സൈസ് അവൈലബിൾ അല്ല. നല്ല നല്ല പ്രിന്റുകളാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ്, റിവേഴ്സിബിൾ ആയിട്ട് ഇടാം. പക്ഷെ എപ്പോഴും നമ്മൾ വിരിക്കുമ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് വിരിക്കുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചാൽ നല്ല രസമായിട്ടുള്ള നല്ല ഒരു ഭംഗിയായിട്ടുള്ള നല്ല കംഫർട്ടേഴ്സ് ആണ് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ 695 ബെഡ്ഷീറ്റ് ആണ്. ഇന്നത്തെ പ്രിന്റ് നല്ല അടിപൊളി പ്രിന്റ് ആകട്ടോ, നോക്കിക്കോ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത്. ഇനി വരുന്നത് നമ്മുടെ വലിയ റോസാപ്പൂക്കളാണ്. അടുത്ത ദിവസങ്ങൾ മുഴുവൻ വലിയ റോസാപ്പൂക്കളാണ്. ഇത് കണ്ടോ, ഇന്ന് നല്ല കുഞ്ഞു റോസാപ്പൂക്കളാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള നല്ല ഓമനത്വം തോന്നും കേട്ടോ. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് രസമല്ലേ. സൈഡ് ബോർഡർ ഈ ഒരു കളറാണ്. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ആണ്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ മാഗ്നസ്കേപ്സിന്റെ കട ഉള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. ഇത് കണ്ടോ, ഇത് അടുത്തത്. ഇനി കുഞ്ഞു പൂക്കളാണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു പൂക്കളാണ് വേണ്ടത് കേട്ടോ. കുഞ്ഞു പൂക്കള് നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് നല്ല കുഞ്ഞു പൂക്കളുള്ള നല്ല ഇതാണ് കേട്ടോ. സൈഡ് ബോർഡർ ഈ ഒരു കളറാണ്. നല്ല രസമില്ലേ കുഞ്ഞു പൂക്കള്.
ഭയങ്കര പേസ്റ്റലായിട്ട് തോന്നുന്ന നല്ലൊരു കളറ്, നല്ല 2 വലിയ പില്ലോ കവേഴ്സ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇനിയുള്ളത് ഈ ഒരു ഷീറ്റാണ്. ഇത് നമ്മുടെ ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ് ആണ്. ഈ ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റിൽ നല്ല ഭംഗിയായിട്ട് നല്ല കിളികളുണ്ട്. ഓറഞ്ച് കിളികളാണ്. ഓറഞ്ച് കിളികളിൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ല പൂക്കളാട്ടോ. ഇനിയുള്ളത് ഇതെല്ലാം ലൈറ്റ് വെയ്റ്റ് കിങ് സൈസിലും ക്യൂൺ സൈസിലും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു പ്രിന്റ് ആണ്. അപ്പം മാഗ്നിസ്കേപ്സ് കടയുള്ളത് എറണാകുളത്ത് കടുവന്ത്ര ചെറുപറമ്പത്ത് റോഡാണ്. പില്ലർ നമ്പർ 795 സൈഡിലുള്ള റോഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്